ഇപ്പോൾ വളരെ പെട്ടെന്ന് നല്ലൊരു റണ്ണിംഗ് ആയിരുന്നു. അവിടെ 2 റൺസ് വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഓടിയെടുക്കുന്നു. തിലക് വർമ്മയുടെയും ശിവൻ ദുബെയുടെയും ആ പാർട്ട്ണർഷിപ്പിൽ, ആ കൂട്ടുകെട്ടിൽ വളരെ ഭംഗിയായി റൺ സ്കോർ ചെയ്യാൻ കഴിയുന്നു. സ്ട്രൈക്കുകൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ബൗണ്ടറികൾ പായിക്കുന്നുണ്ട്. എല്ലാം കൂടി വളരെ കൃത്യമായി ഒരു മിഡിൽ ഓർഡറിൻ്റെ കരുത്ത് എന്താണെന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് തിലക് വർമ്മ പ്രത്യേകിച്ച് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മത്സരത്തിൻ്റെ കളി വിവരണത്തിനിടെ വഖാർ യൂനിസും വസീം അക്രമും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ കണ്ടുപഠിക്കേണ്ടത് ഇന്ത്യയുടെ മധ്യനിരയാണ്. ഇന്ത്യയുടെ മധ്യനിര പാകിസ്ഥാൻ്റെ മധ്യനിര പോലെയല്ല എന്നുള്ളതാണ്. എങ്ങനെ ഒരു മത്സരത്തിൽ മുൻനിര വീണാൽ പോലും മധ്യനിരയ്ക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു, കാണിച്ചു കൊടുക്കുന്ന ഒരു മധ്യനിരയാണ് ഇന്ത്യയുടേത് എന്ന് പറയുകയുണ്ടായി. പാകിസ്ഥാൻ്റെ തന്നെ മുൻതാരങ്ങളായിട്ടുള്ള വഖാർ യൂനിസും ഒപ്പം വസീം അക്രവും പാകിസ്ഥാൻ്റെ പരിശീലകൻ ഉൾപ്പെടെ അല്പം ടെൻസ്ഡായി തന്നെ അവിടെ നിൽക്കുന്നത് കാണാം. എന്താണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏഷ്യ കപ്പ് ഫൈനലിലേക്ക്, ഇത് ഒരു ലോ സ്കോറിംഗ് ഗെയിം ആയിരിക്കാം, പക്ഷേ ആവേശവും അതിസമ്മർദ്ദവും കൊണ്ട് പിരിമുറുക്കം കൊണ്ട് നിറയുന്ന ഒരു ഏഷ്യ കപ്പ് ഫൈനലായി മാറുന്നു. ഏഷ്യ കപ്പിൻ്റെ ഫൈനലിൽ ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീം പരിശീലകൻ ഉൾപ്പെടെ പിരിമുറുക്കത്തോടു കൂടി അവിടെ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നു. ദുബായിലെ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ടീം നിലവിൽ ജയത്തിനരികിലേക്ക് എത്തുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. 19 പന്തിൽ 31 റൺസാണ് ഇന്ത്യൻ ടീമിന് വേണ്ടത്. അതിൽ നെടുനായകത്വം വഹിക്കുന്നത് തിലക് വർമ്മയാണ്. തിലക് വർമ്മ 54 റൺസ് എടുത്ത് പുറത്താകാതെ ക്രീസിൽ നിൽക്കുന്നു. ശിവൻ ദുബെ വളരെ പെട്ടെന്ന് തന്നെ 19 റൺസിലേക്ക് എത്തി. 14 പന്തിൽ സഞ്ജു സാംസണിന് പിന്നാലെ ശിവൻ ദുബെ എത്തി. ശിവൻ ദുബെയും അനായാസം സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ്. സ്ലോവർ ആയിട്ടുള്ള പന്തുകളിലൂടെ കൂടുതൽ വിക്കറ്റ് വീഴ്ത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഈ ഓവറിൽ പോലും കാണാൻ കഴിഞ്ഞത്. ഷഹീൻ ഷാ അഫ്രീദി എറിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ഓവറിൽ. എന്താണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനൽ അത് ആവേശകരമാണ്. സൂപ്പർ 4ലും ഗ്രൂപ്പ് ഘട്ടത്തിലും കണ്ട പാകിസ്ഥാൻ അല്ല ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പാകിസ്ഥാൻ്റെ ബാറ്റർമാർ അമ്പെ പരാജയപ്പെട്ടു, മുൻനിരയെ മാറ്റി നിർത്തിയാൽ. പക്ഷേ പിന്നീട് ബോളിംഗിൽ പാകിസ്ഥാൻ ഇന്ത്യൻ ബാറ്റർമാരെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവും ക്യാപ്റ്റനും നേരത്തെ ഡോക്ടർ അജിത് കുമാർ സൂചിപ്പിച്ച ഒരു കാര്യം അത് പ്രസക്തമാണ്. ഒരുപക്ഷേ ഈ മത്സരത്തിൽ ഇന്ത്യ കിരീടം നേടിയാൽ അത്രമാത്രം ഉടൻ തന്നെ ഒരു വിമർശനം ഉണ്ടാകില്ല. പക്ഷേ അടുത്ത ടീം സെലക്ഷൻ സംഭവിക്കുമ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ കാര്യം തുലാസിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സൂര്യകുമാർ യാദവ് എന്ന ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ഈ ടൂർണമെൻറ്റിൽ അമ്പെ പരാജയപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അമ്പെ പരാജയമായിരുന്നു സൂര്യകുമാർ യാദവിൻ്റെ ആ തോൽവി ഈ ടൂർണമെൻറ്റിലുടനീളം പ്രകടവുമായിരുന്നു. പക്ഷേ ടീം തുടർച്ചയായി ജയിച്ചു നിന്നു എന്നുള്ളതാണ് ആശ്വാസകരം. അതുകൊണ്ട് തന്നെയാണ് സൂര്യകുമാർ യാദവിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. പക്ഷേ എത്രമാത്രം നാളുകൾ ഈ സൗകര്യം ഇന്ത്യൻ ടീം മാനേജർ നൽകുമെന്നുള്ളത് സംശയകരമാണ്. ഹാർദിക് പാണ്ഡ്യ പരിക്ക് മാറി എത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായി 2020 ടീമിൻ്റെ ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡ്യ മടങ്ങി വരാനുള്ള സാധ്യതയാണ് പൂർണ്ണമായും കാണുന്നത്. 10 റൺസാണ് നിലവിൽ റിക്വയർഡ് റൺ റേറ്റ്. 18 പന്തുകൾ ശേഷിക്കുന്നു. വേണ്ടത് 30 റൺസ്. തിലക് വർമ്മയും ശിവം ദുബെയും ക്രീസിൽ. ഒപ്പത്തിനൊപ്പം നിന്ന് ബാറ്റ് ചെയ്യുന്നുണ്ട് ശിവൻ ദുബെയും തിലക് വർമ്മയും. ഈ മത്സരത്തിൽ ആദ്യം മുതൽ തന്നെ പാകിസ്ഥാൻ്റെ ബോളർമാരുടെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പ്രകടമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. പാകിസ്ഥാൻ ബോളർമാർ, അത് ഹാരിസ് റൌഫ് ആവട്ടെ അല്ലെങ്കിൽ ഷഹീൻ ഷാ അഫ്രീദി ആവട്ടെ, ഇവരൊക്കെ ഒരു സ്ലോ ബോളുകൾ കൊണ്ട് ഇന്ത്യൻ ബാറ്റർമാരെ കുഴക്കുന്ന പ്രശ്നം, അവർ വീഴ്ത്തിയ കെണിയിലേക്ക് ഇന്ത്യൻ ബാറ്റർമാർ പ്രത്യേകിച്ചും പേരുകേട്ട ഇന്ത്യൻ മുൻനിര വീണു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അതിൽ നിന്ന് കരകയറാൻ ഒരു ഒറ്റയാൾ പ്രകടനം എന്നുള്ള മട്ടിൽ തിലക് വർമ്മ ക്രീസിൽ നിൽക്കുന്നു. ഇപ്പോഴും ക്രീസിൽ തുടരുകയാണ് തിലക് വർമ്മ. 54 റൺസുമായി തിലക് വർമ്മയുടെ ബാറ്റിംഗ് തുടരുകയാണ്. ശിവൻ ദുബെ 21 റൺസുമായി ക്രീസിൽ. തിലക് വർമ്മയ്ക്ക് ഗംഭീരമായിട്ടുള്ള കൂട്ട് നൽകുന്നു. നേരത്തെ സഞ്ജു വി സാംസൺ ഉണ്ടായിരുന്നു, ആ കൂട്ടുകെട്ടും ശ്രദ്ധേയമായിരുന്നു. 4ാം വിക്കറ്റിൽ 57 റൺസിൻ്റെ ആ കൂട്ടുകെട്ട്, 5-7 57 റൺസിൻ്റെ ആ കൂട്ടുകെട്ടാണ് മത്സരത്തിലേക്ക് ഇന്ത്യയെ മടക്കിക്കൊണ്ടുവന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സഞ്ജു വി സാംസന്റെ ആ സംഭാവന അത് ശ്രദ്ധേയമാണ്, എടുത്തു പറയേണ്ടതുമാണ്. വളരെ വൈഡായി തന്നെ എക്സ്ട്രാകൾ നൽകുന്നു പാകിസ്ഥാൻ്റെ ഹാരിസ് റൌഫ്. ഇന്ത്യക്ക് ജയിക്കാൻ 17 പന്തിൽ ഇപ്പോൾ 28 റൺസ് എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. 28 റൺസാണ് ഇന്ത്യക്ക് ഇനി വേണ്ടത് ജയിക്കാൻ. 17 പന്തിൽ ശിവം ദുബെയും ഒപ്പം തിലക് വർമ്മയും ഇന്ത്യക്ക് വേണ്ടി ക്രീസിൽ തുടരുമ്പോൾ ഹാരിസ് റൌഫ് പാകിസ്ഥാന് വേണ്ടി
ഇതാ ബോൾ ചെയ്യുന്നു. ഏഷ്യ കപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ പോരാട്ടം ഏഷ്യ കപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ചേസ് ചെയ്യുന്ന ടീമിന് ഒരു ആധിപത്യം ലഭിക്കുന്ന ഗ്രൗണ്ടാണ് ദുബായ്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ അത്രമാത്രം വലിയ ആധിപത്യം ഇന്ത്യൻ ടീമിന് ലഭിച്ചിട്ടില്ല. ഇന്ത്യൻ ടീം ആ ആധിപത്യത്തിലേക്ക് എത്തിയതുമില്ല. പക്ഷേ തിലക് വർമ്മ എന്ന ഒറ്റയാനാണ് ഇപ്പോൾ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിലക് വർമ്മ തന്നെ ഇന്ത്യയെ ജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയും നമ്മൾ പുലർത്തിക്കൊണ്ടേയിരിക്കുന്നു. തിലക് വർമ്മ ക്രീസിൽ തുടരുന്നു, അർദ്ധ സെഞ്ചുറി പിന്നിട്ടുകൊണ്ട്. ഏഷ്യ ക്രിക്കറ്റിൽ കുൽദീപ് യാദവിന്റെ 4 വിക്കറ്റ് പ്രകടനം, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ എന്നിവരുടെ 2 വിക്കറ്റ് പ്രകടനവും ചേർന്നാണ് ഇന്ത്യക്ക് ഈ മത്സരത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം ബോളിങ്ങിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. പവർ പ്ലേയിൽ അല്പം പിന്നിൽ പോയെങ്കിൽ പോലും പിന്നീട് പാക് ബാറ്റർമാർക്ക് ഒരിക്കൽ പോലും അവസരം നൽകിയില്ല. വീണ്ടും തുടർച്ചയായിട്ട് ഓഫ് സൈഡിൽ വൈഡായി തന്നെ പന്ത് നൽകുകയാണ് ഹാരിസ് റാഫ്. ഒരു ക്യാച്ചിനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് ശ്രമം. പക്ഷേ തിലക് വർമ്മ ഉയർത്തിയടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് ക്ലീനായിട്ട് ഒരു സേഫ് ആയിട്ടുള്ള ഏരിയയിൽ ലാൻഡ് ചെയ്യുകയാണ്. ശിവൻ ദുബെയും തിലക് വർമ്മയും ക്രീസിൽ തുടരുമ്പോൾ ഹാരിസ് റാഫ് തൻ്റെ 3ാമത്തെ ഓവർ എറിയുന്നു. സഞ്ജു വി സാംസൺ 24 റൺസ് എടുത്താണ് പുറത്തായത്. സഞ്ജുവിന് അല്പം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് സഞ്ജുവിൻ്റെ ദിവസമായി തന്നെ അത് മാറുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സഞ്ജു വി സാംസൺ എത്രമാത്രം ഇന്ത്യൻ ടീമിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് ഊട്ടിയുറപ്പിക്കാൻ കഴിയുമായിരുന്നു സഞ്ജുവിന് ഇന്നത്തെ ഇന്നിംഗ്സ് അല്പം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷേ മോശമില്ലാത്ത പ്രകടനം സഞ്ജു കാഴ്ചവെച്ചു. പ്രത്യേകിച്ചും മുൻനിരയുമായി താരതമ്യം ചെയ്യുമ്പോൾ സഞ്ജുവിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു എന്ന് പറയാതെ വയ്യ. അവസാന ഓവറുകളിലേക്ക് എത്തുകയാണ് ഇന്ത്യൻ ടീമിൻ്റെയും പാകിസ്ഥാൻ ടീമിൻ്റെയും ഫൈനൽ പോരാട്ടം. 15 പന്തിൽ നിലവിൽ 26 റൺസ്. സ്കോർ അല്പം കൂടി ടൈറ്റ് ആവുന്നു. 10 റൺസിന് മുകളിലേക്ക് റിക്വയർഡ് റൺ റേറ്റ് പോവുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. റിക്വയർഡ് റൺ റേറ്റ് 10 മുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ക്രീസിൽ നിൽക്കുന്ന ബാറ്റർമാർക്ക് സമ്മർദ്ദം താഴുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിനായി കാത്തിരിക്കുകയാണ്. റിക്വയർഡ് റൺ റേറ്റ് ഇപ്പോഴും ഇന്ത്യക്ക് 10 മുകളിലാണ് എന്നുള്ളതാണ്. 17.3 ഓവറിൽ ഇന്ത്യ 4 വിക്കറ്റിന് 121 റൺസ് എന്ന നിലയിൽ. 2 ടീമിൻ്റെയും ഡ്രസ്സിംഗ് റൂം ഒരേപോലെ സമ്മർദ്ദത്തിലാണ്. 2 ടീമിൻ്റെയും ഡ്രസ്സിംഗ് റൂം. ഒരു ബൗണ്ടറിക്കായുള്ള ശ്രമം നമ്മുടെ തിലക് വർമ്മ. പക്ഷേ അപ്പോഴും ബൗണ്ടറിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. മത്സരം അല്പം കൂടി ടൈറ്റാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാൻ. ഇതൊരു ആവേശകരമായിട്ടുള്ളൊരു വല്ലാത്ത ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന മട്ടിലുള്ള ഒരു കളിയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിലക് വർമ്മയും ശിവൻ ദുബെയും ക്രീസിലുണ്ട് എന്നുള്ളതാണ് ഇന്ത്യക്ക് ആശ്വാസകരം. മാത്രമല്ല റിങ്കു സിംഗും അക്സർ പട്ടേലും ക്രീസിലേക്ക് വരാനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 പേർക്കും ഉറപ്പായും അടുത്ത ഓവറുകൾ മുതൽ തന്നെ ഷോട്ടുകൾ പായിക്കാനുള്ള ശ്രമം തുടങ്ങാം. അതാണ് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഘടകം. പക്ഷേ ഒരു വിക്കറ്റ് വീണാൽ തന്നെ അതിൽ അല്പം കൂടി സമ്മർദ്ദമുണ്ടാകും. അതുകൊണ്ട് തന്നെ വിക്കറ്റ് വീഴ്ച കൂടാതെ ഷോട്ടുകൾ പായിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും സിംഗിളുകളിൽ അവസാനിക്കുകയാണ് ഓരോ ബോളുകളും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് അതാണ്. ഇന്ത്യ നേരെ മറിച്ച് ബൗണ്ടറിയും. 13 പന്തിൽ 23 റൺസ് ഇന്ത്യക്ക് ഏഷ്യ കപ്പിൽ കിരീടമുയർത്താൻ. ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യക്ക് സ്വന്തമാക്കാൻ 13 പന്തിൽ വേണ്ടത് 23 റൺസ്. അതായത് ഇനി ഉള്ളത് കേവലം 2 ഓവറും 1 പന്തും മാത്രമാണ്. ഈ 2 ഓവറിൽ എങ്ങനെ ഇന്ത്യൻ ബാറ്റർമാർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും ഇന്ത്യയുടെ ഇനിയുള്ള മുന്നേറ്റം. ഷഹീൻ ഷാ അഫ്രീദി, ഫഹീം, നവാസ്, ഷഹീൻ ഷാ അഫ്രീദിയുടെയും ഫഹീമിൻ്റെയും റൌഫിൻ്റെയും സ്പെല്ലുകൾ കോട്ടകൾ കഴിഞ്ഞു. ഇനി അബ്രാറിൻ്റേതും കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനിയുള്ള ഓവറുകൾ ആരൊക്കെയാണ്? സിക്സർ ശിവൻ ദുബെയുടെ മനോഹരമായ സിക്സറിൽ ഇന്ത്യ റൺ റേറ്റ് വീണ്ടും വെട്ടിച്ചുരുക്കുകയാണ്.